ഒരു ഡോട്ട് ഇട്ട് എഴുതിക്കോ. ഒരു ഡോട്ട് ഇട്ട് എഴുതാം. ഒരു ഡോട്ട് എഴുതാം. the number 7 on the pH മിഷേൽ ഇന്നലെ എഴുതിപ്പിച്ച നോട്ട്സിന്റെ ബാക്കിയാണ് എഴുതിപ്പിക്കുന്നത്. Okay. The number 7 on pH scale represents neutrality of solution. pH scale 7 വാല്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്? ന്യൂട്രൽ ആണെന്ന് എഴുതാം. ഇനി നമ്പേഴ്സ് less than 7 indicates acidic nature of solution. And numbers greater than 7 greater than 7 indicates basic nature അല്ലെങ്കിൽ alkaline nature എന്ന് എഴുതാം. basic nature of solution. അതായത് നമുക്കൊരു pH സ്കെയിൽ ഉണ്ട്. ആ pH സ്കെയിലിന് ശരിക്കും ഒരു pH പേപ്പർ ആണ്. pH പേപ്പറിന് ഒരു മഞ്ഞ കളറിൽ ഇരിക്കും pH പേപ്പർ. ആ pH പേപ്പർ നോക്കുമ്പോൾ ഓരോ pH വാല്യൂ 1 ന് ഒരു പെർട്ടിക്കുലർ കളർ ഉണ്ട്, 2 ന് ഒരു കളർ ഉണ്ട്, 3 ന് ഒരു കളർ ഉണ്ട്, 4 ന് ഒരു കളർ ഉണ്ട്, 5 ന് ഒരു കളർ ഉണ്ട്, 6 ന് ഒരു കളർ ഉണ്ട്, 7 ന് ഒരു കളർ ഉണ്ട്, 8 9 10 11 12 13 14 അങ്ങനെ 14 വരെ എന്തുണ്ട്? പെർട്ടിക്കുലർ കളർ ഉണ്ട്. നിങ്ങൾ pH പേപ്പർ എടുത്തിട്ട് ആസിഡിനകത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ കളർ റെഡ് ആണെങ്കിൽ അതിന്റെ pH 1 ആണെന്നർത്ഥം, അത് ഹൈലി അസിഡിക് ആണ്. അപ്പം 7ന് താഴോട്ട് വരുന്ന എല്ലാ അസിഡിക് നേച്ചർ, 7ന് മുകളിലോട്ട് വരുന്ന എല്ലാ ബേസിക് നേച്ചർ, 7 എന്ന് പറഞ്ഞ ന്യൂട്രൽ. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് അതിനകത്ത് pH പേപ്പർ മുക്കി കഴിഞ്ഞാൽ ആ pH പേപ്പറിന്റെ പച്ച കളറായി കാണിക്കുന്നത്, അതിനർത്ഥം അത് ന്യൂട്രൽ pH ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്നൊരു ഹെഡിങ് കൊടുക്കുക. അല്ല ഹെഡിങ് അല്ല, ഒരു ഇത് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടാൽ മതി. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള ഡൈനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് മീഥൈൽ ഓറഞ്ച്, അതേപോലെ തന്നെ ഫിനോൾഫ്തലീന്, അതേപോലെ തന്നെ എന്താ ലിറ്റ്മസ് ആണ് ശരിക്കും പറഞ്ഞ ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് എഴുതുക. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് എഴുതിയിട്ട് it is a mixture of indicator dye dyes that give a spectrum of color depending on how acidic or alkaline a solution is. സൊല്യൂഷനെ SOL എന്ന് നെറ്റിട്ട് നിങ്ങൾ സൊല്യൂഷൻ എഴുതിയാൽ ഞാൻ അതിന്റെ ഷോർട്ട് ഫോം എഴുതി. ഓക്കെ ആണോ? ഇനിയും ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. A universal indicator produce green color in neutral solution.
that is pH is equal to 7. അടുത്ത ഡോട്ട് ഇട്ടിട്ട് a universal indicator changes its color progressively from blue to indigo to violet as the pH increases from pH increases progressively from 7 to 14. 7 തൊട്ട് 14 വരെ ആകുമ്പോൾ 7 ബ്ലൂ ആണ്, അല്ല 7 to 14 എന്ന് പറയുമ്പോൾ എത്ര, 7 ന്യൂട്രൽ ആണ്. 7.1 തൊട്ട് 14 വരെ കാണിക്കുമ്പോൾ അത് ബ്ലൂ ഇൻഡിഗോ ആയി അത് വയലറ്റ് ആവും. 14 വയലറ്റ് ആണ് കളർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് കളർ ഫ്രം it changes its color from yellow to pink and then to red in acid solution and pH decreases from 7 to 1. അതായത് pH 7 ഉള്ളത് 7 ആകുമ്പോൾ 6.9 ഉള്ളതിന് യെല്ലോ കളറും പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് പിങ്ക് ആവും, 1ന് എന്താവും, റെഡ് ആവും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ് അതിന് നോട്ട് ചെയ്യാൻ എഴുതിപ്പിക്കുന്നില്ല, ജസ്റ്റ് എന്തിലൊക്കെ യൂസ് ചെയ്യുന്നെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പൊ അതും കൂടെ ഒന്ന് എഴുതിക്കോണം. ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്, ഇമ്പോർട്ടൻസ് ഓഫ് pH in everyday life. Importance of pH in everyday life. അതായത് ഇവിടെ pH നമുക്ക് നമ്മുടെ എവറിഡേ ലൈഫിൽ pH pH എന്ത് ഗുണമാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ഒരു pH ഉണ്ട്. നമ്മുടെ ബോഡിയുടെ pH വേരിയേഷൻ വരുവാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ ബോഡിയുടെ pH മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് 7 to 7.8. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം, അല്ലെ നമ്മൾ കഴിക്കുന്ന, ഇപ്പൊ അറിയാലോ, ഇപ്പം കാർബണേറ്റഡ് ഡ്രിങ്ക് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ഇതാക്കി കഴിഞ്ഞാൽ അസിഡിറ്റി പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അതിനകത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, കാർബണേറ്റഡ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച സാധനമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, അത് വാട്ടറിനകത്തുള്ള H2 ആയിട്ട് ചേർന്നിട്ട് ഹൈഡ്രജനുമായിട്ട് ചേർന്നിട്ട് എന്താവും, H2CO3 കാർബോണിക് ആസിഡ് ഉണ്ടാവും. മനസ്സിലായി? വീക്ക് ആസിഡ് ആണ്. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ കാർബണേറ്റഡ് ഡ്രിങ്ക് സ്ഥിരമായിട്ട് കുടിക്കുന്നതൊക്കെ ശരീരത്തിന് കേടാം. അപ്പം നമ്മുടെ ബോഡിയുടെ pH കുറയും. pH കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് കേടാം. ഇനി ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ബേസിക് നേച്ചർ 7ന് മുകളിലോട്ട് ബോഡിയുടെ pH പോകും. അതായത് 8 ഒക്കെ ആവും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ശരീരത്തിനകത്തെ സോഡിയം, പൊട്ടാസ്യം, ഇതിനൊക്കെ എന്തുണ്ടാവും, വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം അവർ ബോഡി വർക്ക്സ് വിത്തിൻ എ നാരോ pH റേഞ്ച് ഓഫ് 7 to 7.8. പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ഓൾസോ സർവൈവ് ഇൻ നാരോ റേഞ്ച്. ആ റേഞ്ചിലാണ് പ്ലാന്റ്സും ആനിമൽസും എല്ലാം എന്ത് ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത്. അതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരം ഫുൾ അസിഡിക് ആവും, മുകളിലോട്ട് വന്നാൽ ബേസിക് ആവും. രണ്ടിലും എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല, കെമിക്കൽ റിയാക്ഷൻ, മെറ്റബോളിസം നടക്കത്തില്ല. ഓക്കെ ആണല്ലോ. ഇനിയും അപ്പം നമുക്ക് നമ്മുടെ അവർ ബോഡി pH റേഞ്ച് എന്ന് പറഞ്ഞു വേണമെങ്കിൽ അവർ ബോഡി pH റേഞ്ച് എന്താ നടക്കാം, 7 to 7.8 എന്ന് നടക്കാം. 7 to 7.8. ഇനി രണ്ടാമത്തേത് ഇൻ അഗ്രികൾച്ചറിൽ എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യാൻ പോവാണ്.
ആ സ്ഥലത്തിന്റെ മണ്ണ് എടുത്തിട്ട് മണ്ണിന്റെ പി എച്ച് നോക്കിയപ്പോഴത്തേക്കും 7 താഴെയാണ് കാണിക്കുന്നത്. അതിനർത്ഥം എന്തുവാ? ആ മണ്ണിനകത്ത് ആസിഡ് കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ഇടുമെന്ന് അറിയാം? നമ്മൾ എല്ലുപൊടിയൊക്കെ കൊണ്ടിടും. നിങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് എല്ലുപൊടി ഇടുമെന്ന് കേട്ടിട്ടില്ലേ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ബേസിക് നേച്ചർ കാണിക്കുന്ന ആളാണ് എല്ലുപൊടി. അപ്പൊ ബേസും ആ ആസിഡും കൂടെ ചേരുമ്പോൾ അത് എന്തായിട്ട് മാറും? സോൾട്ടും വാട്ടറുമായിട്ട് അവിടെ ന്യൂട്രലൈസ് ആവും. അപ്പൊ മണ്ണ് ന്യൂട്രൽ ആയിട്ട് മാറും. മണ്ണ് ന്യൂട്രൽ ആയിട്ട് മാറുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യും. ആ ക്രോപ്പിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. അതാണ് അഗ്രികൾച്ചറിൽ pH യൂസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ എവരി ക്രോപ്പ് ഗ്രോസ് ബെറ്റർ ഇൻ പർട്ടിക്കുലർ pH റേഞ്ച്. ഫോർ എക്സാമ്പിൾ റൈസ് ഗ്രോസ് ബെറ്റർ ഇൻ സ്ലൈറ്റ്ലി അസിഡിക് സോയിൽ, ഷുഗർ കെയിൻ ഇൻ ന്യൂട്രൽ ആൻഡ് സിട്രസ് ഫ്രൂട്ട് ഇൻ ആൽക്കലൈൻ സോയിൽ. കണ്ടോ? അതായത് പുളിയുള്ള ഫ്രൂട്ട്, അതായത് നമ്മുടെ നാരങ്ങ, അതേപോലെ ഓറഞ്ച്, ഇതൊക്കെ ഇച്ചിരി ആൽക്കലൈൻ സോയിലിനകത്താണ് നല്ലതായിട്ട് വളരുന്നത്. അരിയാണെങ്കിൽ എന്താ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കുറച്ച് അസിഡിക് നേച്ചറുള്ള മണ്ണിലാണ്. ഇനിയും അതേപോലെ തന്നെ എന്താ ഷുഗർ കെയിൻ ഗ്രോ ചെയ്യുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള മണ്ണിലായിരിക്കണം. ഓരോന്നിനും ഓരോ pH റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് pH കൂടുതലും കുറവും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ബാലൻസ് ചെയ്യും. അതിന് വേണ്ട കണ്ടീഷൻ നമ്മൾ കൊടുക്കും. ഇനി മൂന്നാമത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആസിഡ് റെയിൻ ആണ്. ആസിഡ് റെയിൻ എന്താണെന്നറിയാവോ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ നിന്നും വരുന്ന ഹാംഫുൾ ഗ്യാസുകളാണ് കാർബൺ മോണോക്സൈഡ്, അതേപോലെ നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡ് എക്സാമ്പിൾ എടുക്കാം. സൾഫർ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്ന അറിയാമോ? നീരാവിയായിട്ട് മോളിൽ പോകും. മഴ പെയ്യുന്ന സമയത്ത് അത് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് സൾഫ്യൂറസ് ആസിഡ് ആയിട്ട് H2SO3 ആയിട്ട് മഴയുടെ കൂടെ താഴോട്ട് വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, താജ്മഹലിനടുത്ത് ഒരു സൾഫർ ഫാക്ടറി ഉണ്ടായിരുന്നു. ആ സൾഫർ ഫാക്ടറിയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സൾഫർ ഡയോക്സൈഡ് മുകളിലോട്ട് വരുന്നുണ്ട്. അതങ്ങനെ പോയിട്ട് മഴയായിട്ട് വരുന്ന സമയത്ത് താജ്മഹൽ നല്ല വൈറ്റ് മാർബിൾസ് അല്ലേ, അതിന്റെ മണ്ടക്കൊക്കെ യെല്ലോ സ്പോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കമ്മീഷൻ അതെന്ത് ചെയ്തു? അതിനെതിരെ കേസ് കൊടുത്തിട്ട് ആ കമ്പനി അവിടെ നിന്ന് മാറ്റിച്ചു. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താജ്മഹൽ എന്ന് പറഞ്ഞാൽ ലോക പ്രശസ്തമായിട്ടുള്ള 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് അല്ലേ, അപ്പം 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഒരു സംഭവം വന്നപ്പോഴാണ് അതെന്താണ് ആസിഡ് റെയിനും കൊണ്ട് അങ്ങനെ വന്നത്. മനസ്സിലായി? ഓക്കെ, അതൊരു കാര്യം. ഇനി അതേപോലെ തന്നെ അതിന് മാത്രമല്ല, ആസിഡ് റെയിന് നമ്മുടെ വിളകൾക്ക് നാശമാണ്, നമ്മുടെ കൃഷിക്ക് നാശമാണ്, ഇല്ലേ? നമ്മുടെ എന്താണ് വീടിന് ഇപ്പൊ ടെറേസിനൊക്കെ നമ്മൾ ഈ ഇരുമ്പയിലൊക്കെ വന്ന് ആസിഡ് റെയിൻ വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടെറസാണ്, നമ്മൾ ടെറസ് വർക്കൊക്കെ ചെയ്തില്ലേ, ടെറേസ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? അതിന്റെ മണ്ടയ്ക്കൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ, ആസിഡ് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെല്ലാം കൊറോഡ് ചെയ്ത് പോകും, നശിക്കും, അല്ലേ? അതൊക്കെ കേടാണ്. അതൊക്കെയാണ് ഏതാ ആസിഡ് റെയിൻ വന്നാൽ നമുക്ക് മനസ്സിലാവത്തില്ല. അത് പക്ഷെ ചെക്ക് ചെയ്ത് നോക്കി, ലാബിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആസിഡ് കണ്ടന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അത് ഇപ്പം നമ്മൾ ഇവിടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മലിനീകരണം ഒന്നുമില്ലല്ലോ, പൊല്യൂഷൻ ഒന്നുമില്ല. ഈ വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ആസിഡ് കണ്ടന്റ് കാണും. വലിയ അസിഡിക്കാന്നല്ല പറയുന്നത്, പക്ഷെ ആസിഡ് കണ്ടന്റ് കാണും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പം അത് ആണ്. ഇനിയും അതേപോലെ pH മെഡിസിനകത്ത് മെഡിക്കൽ ഫീൽഡിൽ എന്താ? മെഡിക്കൽ ഫീൽഡിൽ നമുക്കറിയാം എല്ലാ മരുന്നും pH ബാലൻസ്ഡ് ആയിട്ടാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു pH ഉണ്ട്, ആ pHുമായിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡിന് ഒരു pH ഉണ്ട്, നമ്മുടെ യൂറിന് ഒരു pH ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ചല്ല നമ്മൾ മരുന്ന് ഇൻടേക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? എന്താണ് മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ ആണല്ലോ? ഇനിയും അഞ്ചാമത്തേത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് pH അപ്ലിക്കബിൾ ആണ്. ഇൻഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് എന്താണെന്നറിയോ? നമ്മളിപ്പോ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഉച്ചവരെ കഴിച്ചില്ല, വയറിനകത്തൊരു പ്രശ്നം ഉണ്ടാവും, വയറ് കത്തുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? നമ്മുടെ വയറ്റില് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എന്താണ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി HCl എന്ന് പറയുന്ന ആസിഡ് സെക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മുടെ വയറ്റിലൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിന്റെ ഭിത്തികൾ ഒക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്. ഈ സ്റ്റൊമക്കിന്റെയും സ്മോൾ ഇന്റസ്റ്റൈനും, ഇതിനകത്ത് ഇന്റസ്റ്റൈനൽ വില്ല എന്ന് പറയുന്ന വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഓർഗൻ ഉണ്ട്. അപ്പൊ ഇത് സെക്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അതിലോട്ടൊക്കെ പോയി ഡയറക്റ്റ് റിയാക്ട് ചെയ്യുകയും അതിന് നമുക്കറിയാം ആസിഡൊക്കെ ദേഹത്ത് വീണാൽ എന്ത് സംഭവിക്കും? അതിനനുസരിച്ചുള്ള പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡൈലൂട്ട് വീണാൽ തന്നെ നമുക്ക് എന്തുണ്ടാവും? പൊള്ളലുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വയറിനകത്ത് വരുമ്പോൾ വയറ് കത്താൻ തുടങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ഇന്നലെ പറഞ്ഞ അൻറ്റാസിഡ് എടുത്ത് നമ്മൾ കുടിക്കും. അൻറ്റാസിഡ് കുടിക്കുമ്പോൾ എന്താ? നമ്മൾ ബേസ് ആണ് കുടിക്കുന്നത്. ബേസ് കുടിക്കുന്ന സമയത്ത് എന്താ? വയറ്റിലെ pH കൂടി നിൽക്കുമ്പോഴാണ് വയറ് കത്തുന്നത്. അപ്പൊ ബേസ് കുടിക്കുമ്പോൾ അതെന്ത്? അതിന്റെ pH 7 ന്യൂട്രൽ ആവും, ന്യൂട്രൽ pH ആവും. അപ്പൊ നമ്മുടെ വയറുവേദന മാറും. മനസ്സിലായോ? എന്നാൽ അറ്റ്ലീസ്റ്റ് രാവിലെ ഇച്ചിരി വെള്ളമെങ്കിലും കുടിച്ച് വയറിനകത്ത് വെള്ളം കിടപ്പുണ്ടെങ്കിൽ ഇത് സെക്രീറ്റ് ചെയ്യുന്ന എവിടോട്ടായിരിക്കും? വെള്ളത്തിലോട്ടായിരിക്കും. അപ്പം ഡൈലൂട്ട് ആവും.
പക്ഷെ ഇത് നമ്മൾ ഒന്നും കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് വയറ്റിനകത്ത് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ സർഫസിലൊക്കെ പോയിട്ട് റിയാക്ട് ചെയ്ത് അതിനൊക്കെ എന്താവും അതിനൊക്കെ ഇപ്പൊ നമുക്ക് വയറ് കത്തുന്ന ഒരു ഫീൽ ഒക്കെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ, അതാണ് അടുത്ത കാര്യം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇൻ പ്രിവെന്റിങ് ടൂത്ത് ഡീകെ, അതും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇൻ പ്രിവെന്റിങ് ടൂത്ത് ഡീകെ. ഇൻ പ്രിവെന്റിങ് ടൂത്ത് ഡീകെക്ക് നമുക്ക് പറയാൻ എന്താണെന്നറിയോ? നമ്മളോട് എല്ലാ ദിവസവും എല്ലാവരും പറയും അല്ലെ, ഡോക്ടർമാരൊക്കെ നമുക്ക് ഇത് ചെയ്യും, രാത്രി പല്ല് തേച്ചിട്ട് കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണം രാത്രിയിലെ ഡിന്നർ കഴിഞ്ഞിട്ട് പല്ല് തേച്ചിട്ടേ കിടക്കാവൂ. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? നമ്മൾ രാത്രിയിൽ ഒരു ആക്ടിവിറ്റി ഇല്ലാതെ കിടക്കുക, വാ ഒന്നും അനക്കുന്നില്ല, വാ കഴുകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പോയി കിടന്നിറങ്ങുക, വായിക്കകത്ത് കുറെ ആൾക്കാർ ഉണ്ടാവും, എന്താ പറയുക, ബാക്ടീരിയ. ഈ ബാക്ടീരിയ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആസിഡ് എല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ പല്ലിന്റെ ഇനാമൽ ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഇനാമലിനെ എന്ത് ചെയ്യും? ഇനാമലിനെ പെതുക്കെ കൊറോഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ആ വായിലുള്ള, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാ പല്ല് തേക്കുന്നത്? വായിൽ അത്രയും നേരം അസിഡിക് കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ ബാക്ടീരിയ ആണ് ആസിഡ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. ആ ആസിഡ് നമ്മുടെ പല്ലിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡീഗ്രേഡേഷൻ ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേസ്റ്റ് എടുത്ത് തേക്കും. പേസ്റ്റ് എന്താ? പേസ്റ്റ് ഒരു ബേസ് ആണ്. അപ്പൊ വായിൽ ആസിഡ് ഉണ്ട്, ഇത് ബേസ് ചേർക്കുമ്പോൾ ആസിഡ് ബേസും ചേരുമ്പോൾ അതെന്താവും? ന്യൂട്രൽ ആയി പോകുമ്പോൾ അതിനകത്ത് ആസിഡ് കണ്ടന്റ് ഒക്കെ കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് രാത്രിയിൽ എന്ത് ചെയ്യാം? രാത്രി പല്ല് തേച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ എന്ത് ചെയ്തില്ല? ഉണ്ടാവത്തില്ല. മനസ്സിലായോ? ഫുഡ് മെറ്റീരിയൽ ഒക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് ബാക്ടീരിയ ആയിട്ട് മാറുന്നത്, ബാക്ടീരിയ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ നമ്മൾ പല്ല് തേച്ച് കളയാണെങ്കിൽ എന്താ അവിടെ ഉണ്ടാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിന്റെ കാരണം. ശരിക്കും കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ പല്ലേല് ഇനാമലിലുള്ളത്. ശരിക്കും കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്നാണ് അതിന്റെ പേര്. നമുക്ക് കാൽസ്യം ഫോസ്ഫേറ്റ് തന്നെ പഠിക്കാനുള്ളൂ. അപ്പം നമ്മുടെ ഇനാമല് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ്. ഈ വായില് നമ്മൾ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ വായിൽ ഉണ്ടാവുമ്പോൾ അവിടെ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആര്? അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയസ്. അത് ആ കാൽസ്യം ഫോസ്ഫേറ്റിന് കേടാണ്. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ക്ലിയർ ആണ്? ഇനി അതേപോലെ തന്നെ നമ്മുടെ കടന്തൽ കുത്തുമ്പോഴും അതേപോലെ ഉറുമ്പ് കടിക്കുമ്പോഴും ഒക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അവര് ഫോർമിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ്, അതായത് ഫോർമിക് ആസിഡ് HCOOH, ഇതാണ് ഉറുമ്പും തേനീച്ചയൊക്കെ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നത്. ഇത് ആസിഡ് കുത്തിവെക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരു നീറ്റൽ പോലെ വരത്തില്ലേ, അത് ആസിഡ് കുത്തിവെക്കും. നമ്മൾ പെട്ടെന്ന് ഒരു എന്താണ് സോഡാപ്പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് തേച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേദന മാറും. അതെന്താ? സോഡാപ്പൊടി ഒരു ബേസാണ്, ഇതൊരു ആസിഡാണ്. അപ്പം ആസിഡ് ബേസും ചേർന്ന് സോൾട്ട് ആൻഡ് വാട്ടർ ഉണ്ടാവും. അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും, ആസിഡിനെ ന്യൂട്രൽ ആക്കി കളയും. അപ്പൊ നമ്മുടെ നീറ്റൽ കുറയും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓൺലൈൻ ഇരിക്കുന്നവർക്കൊക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, നമ്മുടെ ദിവ്യ. ഓക്കെ, എന്നാൽ ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കയറാണ്. ഹെഡിങ് എഴുതിക്കോ, സോൾട്ട് ആൻഡ് എയർ പ്രിപ്പറേഷൻ. ഹെഡിങ് എഴുതിക്കോ, അടുത്തത് സോൾട്ട് ആൻഡ് എയർ പ്രിപ്പറേഷൻ. ഏതാ ഇല്ല? ശരി, അപ്പൊ നോക്കിയോ, സോൾട്ട് നമുക്കറിയാം. നമ്മുടെ കെമിസ്ട്രിയിൽ നമ്മൾ 3 ടൈപ്പ് കെമിക്കലേ ഉള്ളതെന്നാണ് പഠിച്ചത്. ഒന്ന് ആസിഡ്, 2 ബേസ്, മൂന്നാമത്തേത് സോൾട്ട്. ശരിക്കും 3 ടൈപ്പ് കെമിക്കൽസേ ഉള്ളൂ കെമിസ്ട്രിയിൽ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഏത് വേണം, ഏത് കോമ്പൗണ്ട് വേണം നിങ്ങൾ എടുത്ത് നോക്കിയോ, അതിൽ ഒന്നെങ്കിൽ ഒരു ആസിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസ് ആയിരിക്കും, അല്ലെങ്കിൽ സോൾട്ട് ആയിരിക്കും. അപ്പൊ അതിൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് H+ അയോൺസ് കാണും. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് OH- O2- അയോൺസ് കാണും. സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരെണ്ണം മെറ്റാലിക് ആയിട്ടുള്ളതും ഒരെണ്ണം നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഈ OH-ഉം H+-ഉം O2- അല്ലാതെ ബാക്കി ഏത് അയോൺസ് വന്നാലും അതിന്റെ എന്താ? സോൾട്ട്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് എഴുതാം, സോൾട്ട് ഈസ് എ കോമ്പൗണ്ട്. Salt is a compound formed by the partial or total replacement of ionizable hydrogen atoms of an acid by a metallic ion.
മെറ്റാലിക് ആണ്, ഇല്ല എല്ലുണ്ട്, മെറ്റാലിക് 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 അയോൺ ഓർ ആൻ അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയം hydroxide. Salt is a compound formed by partial or total replacement of ionizable hydrogen atom of an acid by a metallic ion or എന്താണ് or an ammonium hydroxide. അല്ല അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം അയോൺ ആണ്, അമോണിയം അയോൺ, ഹൈഡ്രോക്സൈഡ് അല്ല അമോണിയം അയോൺ. പറഞ്ഞുതരാം നോക്കൂ, ഈ ഇതിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. അമോണിയം അയോൺ ആണ്, അമോണിയം അയോൺ ആക്കണം. അതായത് നമുക്കിപ്പോ ഒരു ഉദാഹരണം എടുക്കാം, HCl പ്ലസ് NaOH. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതെന്താ പറയുന്നത്? ആസിഡിന്റെ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടോ മാറ്റിയിട്ട് അവിടെ ആര് വരണം? ഒരു മെറ്റാലിക് അയോണോ അല്ലെങ്കിൽ ഒരു അമോണിയം അയോണോ വരണം. ഇപ്പൊ ഇവിടെ ഏതാ? ഇവിടെ ഇതിന്റെ H+ അയോണും ഇവിടെ Cl- അയോണും, ഇവിടെ Na+ അയോണും OH- അയോണും. അതായത് ഈ ആസിഡിന്റെ Hനെ മാറ്റിയിട്ട് അവിടെ ആരാ ഇപ്പൊ വരാൻ പോകുന്നത്? അവിടെ ഒരു മെറ്റാലിക് അയോൺ. കണ്ടോ, NaCl. അപ്പൊ Cl ലൂടെ H ആയിരുന്നു, ആസിഡിന്റെ H ആയിരുന്നു. Hനെ മാറ്റിയിട്ട് അവിടെ എന്ത് വന്നു? ഒരു മെറ്റാലിക് അയോൺ വന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനിയും ഈ മെറ്റാലിക് അയോൺ മാത്രമല്ല, ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള അയോൺ വരാം. ഈ അമോണിയം എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് അയോൺ. അതായത് ഇങ്ങനെയും വരാം, ഇങ്ങനെ വന്നാലും HCl പ്ലസ് എന്താ NH4OH നോക്കിയോ, NH4OH. അപ്പം ഇവിടെ H+ അയോണും Cl- അയോണും ആണ്, ഇവിടെ NH4+ ഉം OH- ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ H+നെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ NH4Cl പ്ലസ് എന്താ H2. ഇതും എന്ത് തന്നെയാണ്? സോൾട്ട് ആണ്. ഒന്നെങ്കിൽ ഒരു നോൺ മെറ്റാലിക് ആയിട്ടുള്ള അമോണിയം അയോണോ അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള അയോണോ ഏതെങ്കിലും ആസിഡിനകത്തെ ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലോ ആയിട്ടോ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വരുവാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ജനറൽ എക്സാമ്പിൾ ആണ്. നമുക്ക് ഇനി കുറച്ച് പാർഷ്യൽ റീപ്ലേസ്മെന്റ് ആയിട്ടാണെങ്കിൽ, ഇപ്പം ഒരു സോൾട്ടിനെ പാർഷ്യൽ ആയിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് നോർമൽ സോൾട്ട് ആയിരിക്കത്തില്ല, ആസിഡ് സോൾട്ട് ആയിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? അപ്പം ഒരു പാർഷ്യൽ റീപ്ലേസ്മെന്റ് എന്ന് കൊടുത്തേ, പാർഷ്യൽ റീപ്ലേസ്മെന്റ് എന്ന് കൊടുത്തേ, എന്നിട്ട് എഴുതുക. ഇപ്പൊ ഞാൻ സോഡിയം നൈട്രേറ്റ് എടുക്കുന്നു, NaNO3 എടുക്കുന്നേ, NaNO3 എടുക്കുന്നു. ഇതിനെ ഞാൻ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യിക്കാൻ പോകും, H2SO4 ആയിട്ട്. അപ്പൊ നമുക്കറിയാം H2ന് എത്ര റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? H2SO4ന് എത്ര റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടേ? 2 എണ്ണം ഉണ്ട്. അപ്പം ആദ്യം ഒരെണ്ണത്തിനെ റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്, NaHSO4. നമ്മൾ ഇത് പഠിച്ചതാ. സോൾട്ട് പ്ലസ് എന്താ HNO3 ഉണ്ടാവും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു Na+ അയോൺ ഉണ്ട്, ഇവിടെ എന്താണ് NO3 1- അയോൺ ആണ്. ഇവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം H+ ആയിട്ടും പിന്നെ HSO4 1- ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ Na ആദ്യം വന്നിട്ട് ഈ HSO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് NaHSO4 ഉണ്ടാകുന്നത്. രണ്ടാമത് എന്ത് ചെയ്യും? ഈ ആളിനെ കൂടെ അയോണൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഈ സെയിം റിയാക്ഷൻ തന്നെ കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ആണെങ്കിലോ, കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം. അതായത് NaNO3 സെയിം റിയാക്ഷൻ തന്നെ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യാണ്. എന്നാൽ നേരത്തെ ഒരു ഒറ്റ Hനെ മാത്രമേ റീപ്ലേസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പം ഈ 2 Hനെ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ Na+ അയോണും NO3 1- അയോണ്, ഇവിടെ H+ അയോണ്, ഇവിടെ SO4 2- അയോൺ ആയി അല്ലേ? 2 H+ അയോൺ ഉണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഇവിടെ NAയും SO4 കൂടെ ചേർന്നിട്ട് Na2SO4 പ്ലസ് H ഇവിടെ ബാലൻസ് ചെയ്യണം. ഇവിടെ 2 വരും. കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് സോൾട്ട് എന്നാണ് പറയാം. H ഉള്ള സോൾട്ടിനെ നമ്മൾ ആസിഡ് സോൾട്ട് എന്ന് പറയാം. അതേപോലെ തന്നെ H ഇല്ലാത്ത സോൾട്ടിനെ നമ്മൾ നോർമൽ സോൾട്ട്. നമ്മളിത് പഠിക്കാം, ആസിഡ് സോൾട്ട്, നോർമൽ സോൾട്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
സർ ഇതിനകത്ത് ഈ പാർഷ്യൽ റിപ്ലേസ്മെന്റിന് ഒരു എക്സാമ്പിൾ തരാൻ പറ്റുമോ? പാർഷ്യൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ H2SO4-നകത്ത് നമുക്ക് ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം വേണമെങ്കിൽ ഒരു H+നെ അതിനകത്ത് നിന്ന് മാറ്റാം, ബാക്കി HSO4 1- ആകാം. രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ HSO4-നെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു H+ ഉണ്ടാവാം, ബാക്കി SO4 2- ഉണ്ടാവാം. അപ്പം ഇതുമായിട്ടാണ് സോഡിയം റിയാക്ട് ചെയ്യുന്നതെങ്കിൽ പാർഷ്യൽ റീപ്ലേസ്മെന്റ് ഒരെണ്ണത്തിനെ കളഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തുനിന്ന് കളയുക ചെയ്യുന്നത്. ഇത് ശരിക്കും ആ മോളിക്കുലർ ലെവലിൽ നടക്കുന്ന സംഭവം. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, രണ്ട് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ അവിടെ രണ്ട് ടൈപ്പ് സോൾട്ട് ഉണ്ടാവും. അതായത് ഇപ്പം H2SO4-നകത്ത് എത്ര H+ ഉണ്ട്? 2 H+ ഉണ്ട്, ശരിയല്ലേ? ആ, ഈ 2 H+-ല് നമുക്ക് രണ്ട് കണ്ടീഷനാ. വേണമെങ്കിൽ ഒരു H+ഉം ഒരു HSO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു രണ്ട് H+ഉം അല്ലെങ്കിൽ ഒരു SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ സോഡിയത്തിന്റെ Na വന്ന് ഇതുമായിട്ട് ചേർന്നിട്ട് എന്തുണ്ടാവും? NaHSO4 ആസിഡ് സോൾട്ട് ഉണ്ടാവും. ഇനി ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെങ്കിൽ Na വന്നിട്ട് ഡയറക്റ്റ് ഇതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് Na2SO4 നോർമൽ സോൾട്ട് ഉണ്ടാവും. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ആസിഡിനകത്ത് പറയുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയതാണ്. ഇതെല്ലാം കുഴപ്പമില്ല. ഇനി നോക്കിയോ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, സോൾട്ട് ആർ അയോണിക് കോമ്പൗണ്ട്സ്. സോൾട്ട് ആർ അയോണിക് കോമ്പൗണ്ട്സ്. അതായത് അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇപ്പൊ NaCl എടുക്കുവാണെങ്കിൽ അതിനെ നിങ്ങൾ അയോണൈസ് ചെയ്യുവാണെങ്കിൽ എന്തുണ്ടാവും? അതായത് അതിനകത്ത് കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് Na+ ആയിട്ടും Cl- അയോൺ ആയിട്ടും മാറും. ഇത് എന്താണ്? ഇതൊരു കാറ്റയോൺ ആണ്, ഇതൊരു ആനയോൺ ആണ്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് അതിനെ അയണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ അയോൺസ് ആയിട്ട് മാറും. എന്ത് ആഡ് ചെയ്യുമ്പോഴാണ്? വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ ക്ലാസിഫിക്കേഷനോ അടുത്ത പഠിക്കാൻ പോകുന്നത്, ക്ലാസിഫിക്കേഷനോ സോൾട്ട് ആണ് പഠിക്കാൻ പോകുന്നത്. എഴുതിക്കോളൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് സോൾട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോൾട്ട്. ഒന്നാമത്തേത് നോർമൽ സോൾട്ട്. അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ അഭിനവന് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും നോർമൽ സോൾട്ടും ആസിഡ് സോൾട്ടും ഒക്കെ എന്താന്നുള്ളത്. നോർമൽ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുക, എന്നിട്ട് ഒരു ഹൈഫൻ ഇടുക, എന്നിട്ട് എഴുതുക they are the salt formed by the complete replacement of ionizable hydrogen atom of an acid by a metallic ion or ammonium ion. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു സോൾട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ആസിഡിനകത്തുള്ള H+നെ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യൽ ആയിട്ടോ റീപ്ലേസ് ചെയ്തിട്ടാണ് സോൾട്ട് ഉണ്ടാകുന്നത്. ഈ നോർമൽ സോൾട്ട് ഉണ്ടാവണമെങ്കിൽ ഇപ്പൊ എത്ര റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിലും അതിനകത്തെ കംപ്ലീറ്റ് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് അവിടെ ഒരു മെറ്റാലിക് ആണോ അമോണിയം ആണോ വരുവാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സോൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ സോൾട്ട്. ഒരു എക്സാമ്പിൾ എടുക്കാൻ നോക്കി. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയത് ഇപ്പം എന്താണ്? HCl പ്ലസ് എന്താ? NaOH. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ 1 അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 1 അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ശരിയല്ലേ? 1 അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ അതിനെ എന്ത് ചെയ്യണം? അതിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരുവാ? ഇപ്പം കണ്ടോ, ഇതിനകത്ത് ഇത് Na+ എന്ന് പറയുമ്പോൾ ഇതൊരു മെറ്റാലിക് അയോൺ ആണ്, അല്ലേ? അപ്പൊ ഈ H+നെ മാറ്റിയിട്ട് അവിടെ ആര് വരാൻ പോവാ? Cl ലൂടെ Na+ വരാൻ പോവാ.
അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? NaCl പ്ലസ് എന്താ? Water. പറഞ്ഞോ. അല്ല സർ, ഒരു ഡൗട്ട്. സർ, അപ്പം ഈ ഡിഫറൻസ് എന്താ ആസിഡ് സോൾട്ടിന്റെ ബേസിക് സോൾട്ടിന്റെ? ആസിഡ് സോൾട്ടിന്റെ ബേസിക് സോൾട്ട് അല്ലെങ്കിൽ നോർമൽ സോൾട്ട്? ആസിഡ് സോൾട്ടും ബേസിക് സോൾട്ട് അല്ലല്ലോ, ആസിഡ് സോൾട്ടും നോർമൽ സോൾട്ടും അല്ലേ? അതിന്റെ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ സോൾട്ടിന്റെ ഫോർമുലക്കകത്ത് ഹൈഡ്രജൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് നോർമൽ സോൾട്ട്, സോൾട്ടിന്റെ ഫോർമുലക്കകത്ത് ഹൈഡ്രജൻ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ആസിഡ് സോൾട്ട്. ഇതിപ്പം ഇത് സോൾട്ട് ആണ്, ഈ സോൾട്ടിന്റെ ഫോർമുലക്കകത്ത് ആരില്ല, ഹൈഡ്രജൻ ഇല്ല. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഹൈഡ്രജനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് ഇവൻ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കിയോ, അടുത്ത വേറൊരു എക്സാമ്പിൾ എടുക്കാം. H2SO4. ഇവിടെ രണ്ട് അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ശരിയല്ലേ? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ആണോ? ഇതിനെ ഞാൻ NaOH ആയിട്ട് റിയാക്ട് ചെയ്യുക. ഈ രണ്ട് റീപ്ലേസബിൾ, അതായത് രണ്ട് H+ അയോൺസിനെ എന്ത് ചെയ്യും അവിടുന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഈ മെറ്റാലിക് അയോൺ അവിടെ വന്നിരിക്കും, മെറ്റാലിക് അയോൺ അവിടെ വന്നിരിക്കും. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? രണ്ടെണ്ണത്തിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ സൾഫറിന്റെ കൂടെ Na+, Na+ഉം SO4 2- കൂടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ എന്താ? Na2SO4. കണ്ടോ, ഇതിനകത്തും ഹൈഡ്രജൻ ഇല്ല, ഇത് സോൾട്ട് ആണ്. പ്ലസ് എന്താ? H2O. അതെന്തുകൊണ്ട് ഹൈഡ്രജൻ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇവനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് രണ്ട് H+ അയൺസിനെയും ആര് റീപ്ലേസ് ചെയ്തു? ഈ Na വന്നിട്ട് റീപ്ലേസ് ചെയ്തു. മനസ്സിലായോ മോനെ? യെസ് സർ. എഴുതിയോ? രണ്ടാമത് എഴുതിയോ? എഴുതി. എന്നിട്ട് താഴോട്ട് എഴുതുക, നോർമൽ സോൾട്ടിനകത്ത് ഹൈഡ്രജൻ ഉണ്ടോ? നോർമൽ സോൾട്ടിനകത്ത് ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അത് പ്രത്യേകം എടുത്ത് എഴുതണം. താഴെ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, നോർമൽ സോൾട്ട് does not have ionizable hydrogen. വേറെ എക്സാമ്പിൾ നമുക്ക് വേണേ എഴുതാം. Na2CO3. ഇതിനകത്ത് ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്ത നോർമൽ സോൾട്ട് ആണ്. അതേപോലെ സോഡിയം ഫോസ്ഫേറ്റ് Na3PO4. ഇതും നോർമൽ സോൾട്ട് ആണ്. അതേപോലെ സോഡിയം അസറ്റേറ്റ്, ഇതിന്റെയൊക്കെ പേര് വേണേ എഴുതിക്കോണം കേട്ടോ. സോഡിയം ഫോസ്ഫേറ്റ്, ഇത് സോഡിയം കാർബണേറ്റ്, ഒരെണ്ണം കൂടെ എഴുതും, സോഡിയം അസറ്റേറ്റ്, അത് CH3COONA. ഇതായിരിക്കും അതിന്റെ ഫോർമുല. ഇനിയും ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ ആസിഡ് സോൾട്ടും നോർമൽ സോൾട്ടും, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ എന്താണ് രണ്ട് H ഇല്ലേ, അത് ഒരു H-നെ റീപ്ലേസ് ചെയ്തും റിയാക്ഷൻ നടന്നൂടെ? രണ്ട് H-നെ തന്നെ റീപ്ലേസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു H-നെ റീപ്ലേസ് ചെയ്ത് അങ്ങനെ ഡൗട്ട് ഉണ്ടോ? അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ റിയാക്ഷൻ കണ്ടീഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് മാറുന്നത്. അതായത് ഈ മോളിൽ നമ്മൾ പാർഷ്യൽ റീപ്ലേസ്മെന്റിന്റെ അവിടെ എഴുതിയില്ലേ ഒരു സംഭവം, പാർഷ്യൽ റീപ്ലേസ്മെന്റ് എഴുതിയോ? ആ പാർഷ്യൽ റീപ്ലേസ്മെന്റും കംപ്ലീറ്റ് റീപ്ലേസ്മെന്റും അവിടെ കണ്ടീഷനും കൂടെ കൊടുക്കണം. അതായത് കംപ്ലീറ്റ് പാർഷ്യൽ ആയിട്ട് നമ്മൾ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ <200°C വേണം കൊടുക്കാൻ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രജനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ <200°C കണ്ടീഷൻ കൊടുക്കണം. മനസ്സിലായോ? ഇപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ അഭിനവന്? യെസ് സർ. കാരണം ടെമ്പറേച്ചർ കണ്ടീഷൻ കൊടുക്കുന്നതിനനുസരിച്ചാണ് പാർഷ്യൽ ആയിട്ടാണോ റിമൂവ് നടക്കുന്നത് അതോ കംപ്ലീറ്റ് ആയിട്ടാണോ റിമൂവ് നടക്കുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം ഇനിയും രണ്ടാമത്തെ എഴുതാൻ നമ്മൾ നോർമൽ സോൾട്ട് ആണ് എഴുതിയത്. ഇനി നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് അറിയോ? ആസിഡ് സോൾട്ട് എഴുതാൻ പോകാം. ആസിഡ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സോൾട്ടിനകത്ത് എന്തുണ്ടെന്ന് അർത്ഥം? ഹൈഡ്രജൻ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അത് എന്തുകൊണ്ടാ? അത് ഫോം ചെയ്ത ആസിഡിനകത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രജനെ റിമൂവ് ചെയ്യാൻ പറ്റിയില്ല, അതിനകത്ത് ഹൈഡ്രജൻ ഇവിടോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഉറങ്ങല്ലേ ഇവിടെ നിന്ന്? ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇങ്ങനെ എഴുതാം. they are
formed, they are formed by the partial replacement of the ionizable hydrogen atoms of acid by a metallic ion or ammonium ion. ഇത് atoms of a polybasic acid. polybasic acid എന്തേ ഉള്ളൂ, ഒത്തിരി ഹൈഡ്രജൻ ആറ്റം കാണത്തുള്ളൂ അല്ലേ? അപ്പൊ ആ പോളിബേസിക് ആസിഡ് കൊടുക്കണേ. പോളിബേസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ എന്താണ് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉള്ള അല്ലെങ്കിൽ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആസിഡുകളെയാണ് പോളിബേസിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആസിഡിൽ നിന്ന് പാർഷ്യൽ റിമൂവൽ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ആസിഡ് സോൾട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരെണ്ണം എടുക്കാം, ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ തന്നെ എടുക്കാം, H2SO4 തന്നെ എടുക്കാം, പ്ലസ് NaCl. ഇതിനകത്ത് എത്ര റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2H+ അയോൺസ് ഉണ്ട്, ശരിയല്ലേ? അല്ലെ, 2H+ അയോൺസ് ഉണ്ട്. ഇവിടെ എന്താ, ഇവിടെ ഒരു Na+ അയോൺ, ഇവിടെ 2H+ അയോൺസും അതേപോലെ തന്നെ SO4 2- ആണ്. ഇവിടെ Na+ ഉം Cl-. ഇവിടെ പാർഷ്യൽ ആയിട്ട് ആദ്യം എന്തിനെ റിമൂവ് ചെയ്യത്തുള്ളൂ? ഞാൻ ടെമ്പറേച്ചർ കണ്ടീഷൻ <200°C ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്തേ സംഭവിക്കത്തുള്ളൂ, ഈ H2 ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എന്താവത്തില്ല, ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് 2H+ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യത്തില്ല. പകരം എന്താ, ഒരു H+ അയോണും ബാക്കി എന്താ ഒരു HSO4 1- അയോണുമായിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ HSO4ന്റെ അവിടെ ആയിരിക്കും ഈ Na വന്ന് ചേരുക. ഈ രണ്ടെണ്ണത്തിൽ ഒരു ഹൈഡ്രജനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ മെറ്റൽ അയോൺ റിപ്ലേസ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇവിടെ Na 1+ ആണ്, പിന്നെ HSO4 1- ആണ്. അപ്പൊ NaHSO4 എന്ന് വരും, കണ്ടോ? അപ്പൊ ഈ സോൾട്ടിനകത്ത് H വന്നു, അതുകൊണ്ട് തന്നെ ഇത് ആസിഡ് സോൾട്ട് ആയിട്ട് മാറി. പ്ലസ് എന്താ, വാട്ടർ. അല്ല, H2 അല്ല, ഇവിടെ HCl വരുവേ. HCl വരും, കാരണം Cl അല്ലേ ഇവിടെ കിടക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കാം. ഞാൻ H2SO4നകത്ത് ഞാൻ കുറച്ച് NaOH ആഡ് ചെയ്യുക. അപ്പോഴും എന്താ, NaOH ബേസ് ആണ്, ശരിയല്ലേ? ബേസ് ആണ്. പക്ഷെ ഇവിടെയും ഞാൻ ടെമ്പറേച്ചർ കണ്ടീഷൻ അല്ല, ഇവിടെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ബേസ് ഞാൻ എടുക്കുന്നുള്ളൂ. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ബേസ് ആണ്, ബേസ് ഞാൻ എടുക്കുന്നുള്ളൂ, NaOH എടുക്കുന്നുള്ളൂ. അങ്ങനെ എടുക്കുന്നതുകൊണ്ടും ഇവിടെ എന്താ, പാർഷ്യൽ റീപ്ലേസ്മെന്റ് നടക്കത്തുള്ളൂ. അപ്പൊ ഇവിടെയും H+ഉം ഇവിടെ HSO4- ആണ് ഉണ്ടാകുന്നത്, ഇവിടെ Na+ഉം OH- ഉണ്ടാകുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ, NaHSO4 പ്ലസ് എന്താ H2 ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ടെമ്പറേച്ചർ കണ്ടീഷൻ കുറയുന്നത് കൊണ്ടല്ല പാർഷ്യൽ റീപ്ലേസ്മെന്റ് നടക്കുന്നത്, പകരം ബേസ് കുറച്ചെടുത്തിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ ബേസ് കൂടുതൽ എടുക്കുവായിരുന്നെങ്കിലോ ഇത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തിട്ട് Na2SO4 ആയിട്ട് മാറി. ഓക്കെ, സോൾട്ടിന് എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ എടുക്കാം. സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്, സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്. അതിനെ നമുക്ക് NaHSO3 എടുക്കാം. അതേപോലെ തന്നെ ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. അതിനെ നമുക്ക് Na2HPO4 എടുക്കാം. അതേപോലെ തന്നെ സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ഡൈസോഡിയം എന്ന് പറയുമ്പോൾ കണ്ടോ, Na2 2 സോഡിയം, പിന്നെ ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോൾ HPO4. ഇത് വെറും സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വെറും സോഡിയം എന്ന് പറയുമ്പോൾ ഒരു Na, ഡൈഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എന്താ H2, പിന്നെന്താ ഫോസ്ഫേറ്റ് എന്താ PO4.
പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയും നമ്മൾ ആസിഡ് സോൾട്ട്, നോർമൽ സോൾട്ട് എന്താണ്, വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ആസിഡ് സോൾട്ടിനകത്ത് എന്തുണ്ടാവും? അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും അല്ലേ? അപ്പൊ അതും കൂടെ എഴുതാം, ഡോട്ട് ഇട്ടിട്ട് എഴുതാം, ഡോട്ട് എഴുതാം. ആസിഡ് സോൾട്ട്, ആസിഡ് സോൾട്ട്, ആസിഡ് സോൾട്ട് ionize, ionize in water, in water, water solution, solution to give, to give, to give hydronium ions, hydronium, hydronium ions, and therefore, therefore they show, they show all properties of acid, all properties, properties of acid. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോൾട്ടുകളിലും എന്ത് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്? ആസിഡിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്, ബേസിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ പഠിക്കും ബേസിക് സോൾട്ട്. ഇത് ആസിഡ് സോൾട്ട് ആണ്. H+ അയോൺസ് ഉള്ള സോൾട്ടുകളെല്ലാം ആസിഡ് സോൾട്ടുകളാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ചോദിക്കും ബേസിക് സോൾട്ട് ഉണ്ടോ? OH- അയോൺസ് വരുന്ന സോൾട്ടുകളുണ്ട്, അതിനെ ബേസിക് സോൾട്ട് എന്ന് പറയും. ഓക്കെ, ബേസിക് സോൾട്ട് ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഹെഡിങ് എഴുതിക്കോളൂ, ബേസിക് സോൾട്ട്. സർ എനിക്ക് ആസിഡ് സോൾട്ട് ഇൻ വാട്ടർ സൊല്യൂഷൻ മനസ്സിലായില്ല. ആസിഡ് സൊല്യൂഷൻ ഇൻ വാട്ടർ സൊല്യൂഷൻ ആസിഡ് സോൾട്ട്, മോന് ആസിഡ് സോൾട്ട് എടുക്കുന്നു. ആസിഡ് സോൾട്ടിനെ വെള്ളത്തിനകത്തോട്ട് അങ്ങോട്ട് കലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആസിഡ് സോൾട്ടിനകത്ത് ഒരു H+ ഉണ്ടല്ലോ. ആസിഡ് സോൾട്ടിനകത്ത് ഹൈഡ്രജൻ ആറ്റം ഇല്ലേ? ഉണ്ട്. അത് വെള്ളത്തിനകത്തെ H2 ആയിട്ട് ചേർന്നിട്ട് ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാവും. നമുക്കറിയാം നോർമലി ആസിഡ് വെള്ളത്തിൽ അയണൈസ് ചെയ്യുമ്പോഴാണ് ഹൈഡ്രോണിയം അയോൺസ് ഉണ്ടാകുന്നത്. കാരണം ആസിഡിനകത്താണ് H+ അയോൺസ്. H+ അയോൺസിനെ നമ്മൾ H+ അയോൺസ് എന്നും പറയാം, H3O+ അയോൺസ് എന്നും പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ H+ അയോൺസിന് ഒറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് വെള്ളത്തിനകത്ത് കലക്കുന്ന സമയത്ത് അതിന്റെ H2O ആയിട്ട് ചേർന്നിട്ടാണ് H3O+ ആയിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹൈഡ്രോണിയം അയോൺ എന്ന് പറയാം, H+ അയോൺസ് എന്നും പറയാം. അതായത് നിങ്ങൾ ഒരു ആസിഡ് സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ H+ അയോൺ സിസ്റ്റത്തിന് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് നോർമൽ സോൾട്ട് എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ Na2SO4, ഇത് നോർമൽ സോൾട്ടാ. ഇതിനെ നിങ്ങൾ വെള്ളത്തിനകത്ത് കലക്കി കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും എന്തുണ്ടാകത്തില്ല? H+ അയോൺസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ H3O+ അയോൺസ് ഉണ്ടാവില്ല. കാരണം ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ ആറ്റം ഇല്ല. നേരെ മറിച്ച് NaHSO4 ആണ് നിങ്ങൾ വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു H+ റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അത് വാട്ടറിലെ H2O ആയിട്ട് ചേർന്നിട്ട് അവിടെ ഒരു ഹൈഡ്രോണിയം അയോൺ ഉണ്ടാവും. ഹൈഡ്രോണിയം അയോൺ ഉണ്ടാക്കുന്ന ആൾക്കാർ ആസിഡിക് സ്വഭാവം കാണിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? യെസ് സർ. മൂന്നാമത്തെ എഴുതിക്കോ, ബേസിക് സോൾട്ട്. മൂന്നാമത്തെ എഴുതിക്കോ, ബേസിക് സോൾട്ട്. ബേസിക് സോൾട്ട് എഴുതിക്കോളൂ. They are formed, they are formed, they are formed, they are formed by the partial replacement of replacement of hydroxyl group, hydroxyl group എന്ന് പറയുമ്പോൾ OH- ആണ്. hydroxyl group of a di or triacidic base, acidic base by an acid radical. നമ്മൾ ബേസ് പഠിപ്പിച്ച സമയത്ത് എന്താ ബേസിനെ പറ്റി പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു മോണോ അസിഡിക് ബേസ്, ഡൈ അസിഡിക് ബേസ്, ട്രൈ അസിഡിക് ബേസ് എന്ന് പറഞ്ഞു. മോണോ അസിഡിക് ബേസിനകത്ത് ഒരൊറ്റ OH- അയോൺസേ കാണുള്ളൂ റീപ്ലേസ് ചെയ്യാൻ. ഡൈ അസിഡിക് ബേസിനകത്ത് രണ്ട് OH- അയോൺസ് റീപ്ലേസ് ചെയ്യാൻ കാണും. ട്രൈ അസിഡിക് ബേസിനകത്ത് 3 OH- അയോൺസ് റീപ്ലേസ് ചെയ്യാൻ കാണും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ പറയുന്നത് ബേസിക് സോൾട്ട് എങ്ങനെ ഉണ്ടാകുന്നത്?
ഹൈഡ്രോക്സിൽ അയോൺസിന്റെ എന്താണ് ബേസിക് സോൾട്ട് ഉണ്ടാകുന്നത് എന്താണ് ഏതെങ്കിലും ഒരു ആസിഡിനകത്തെ അല്ലെങ്കിൽ സോറി ഏതെങ്കിലും ഒരു ട്രൈബേസിക് ആസിഡിനകത്തെ അല്ലെങ്കിൽ ഡൈബേസിക് ആസിഡിനകത്തെ ഒരു H+ അയോൺസിനെയോ അല്ലെങ്കിൽ 2 H+ അയോൺസിനെയോ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ അതാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇപ്പൊ ഞാൻ PbOH ട്വൈസ് എടുക്കുകയാണ്. PbOH ഇതിനകത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ 2 OH- അയോൺസ് കാണും. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഡൈ അസിഡിക് ബേസ് എന്ന് എടുക്കാം അല്ലേ? ഡൈ അസിഡിക് ബേസ്, അസിഡിക് ബേസ് ആണിത്, ശരിയല്ലേ? ഡൈ അസിഡിക് ബേസ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ഇതിന്റെ രണ്ടെണ്ണത്തിന് പകരം ഒരെണ്ണത്തിനെ മാത്രമേ റീപ്ലേസ് ചെയ്യത്തുള്ളൂ, പാർഷ്യൽ റീപ്ലേസ്മെന്റ് നടക്കത്തുള്ളൂ. ആരാണ്? ഏതെങ്കിലും ഒരു ആസിഡ് റാഡിക്കൽ. ഏതെങ്കിലും ഒരു ആസിഡ് റാഡിക്കൽ എന്ന് പറയുമ്പോൾ H+ അയോൺസ്. അപ്പൊ നമുക്ക് HCl ഉണ്ട്, HCl-നകത്തല്ലേ H+ അയോൺസ് ഉള്ളത് അല്ലേ? ആണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇതിനകത്തെ ഈ ഒരു OH-നെ അങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിയോ, ഇങ്ങനെ വരും PbOH, എന്നിട്ട് എന്ത് വരും? OH-ന് ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, Cl എന്ന് വരും. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരിക. ഇതൊരു ബേസിക് സോൾട്ട് ആണ്. കണ്ടോ, ബേസിക് ഹൈഡ്രോക്സിൽ അയോൺസ് ഉള്ള സോൾട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബേസിക് സോൾട്ട് എന്ന് പറയുന്നത്. H+ ഉള്ള സോൾട്ടിനെയാണ് നമ്മൾ ആസിഡ് സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ മഗ്നീഷ്യം MgOH ട്വൈസ്, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഏതാ H2O, Cl2 വരുമോ? ആ H2O വരും, പിന്നെ H2O വരും. ഓക്കെ, ഇനി ഇവിടെ MgOH ട്വൈസ് നമ്മൾ ഏതെങ്കിലും ഒരു ആസിഡായിട്ട് ചേരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനകത്ത് പാർഷ്യൽ റീപ്ലേസ്മെന്റ് ഓരോ OH-നെ മാറ്റത്തുള്ളൂ, ബാക്കി എന്താ MgOH Cl, ഇവിടെ അത് തന്നെ വരും, പ്ലസ് എന്താ H2O. ഇതും ബേസിക് സോൾട്ട് ആണ്. അപ്പൊ ബേസിക് സോൾട്ടിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഡോട്ട് എഴുതാം. എ ബേസിക് സോൾട്ട് കണ്ടെയ്ൻ, എന്തൊക്കെയാണ് ബേസിക് സോൾട്ട് കണ്ടെയ്ൻ? Mg അയോൺ ഉണ്ട്, Mg2+ അയോൺ ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ contains a metallic cation, പിന്നെന്താ ഒരു ഹൈഡ്രോക്സിൽ അയോൺ, പിന്നെ ആരുണ്ട്? ഒരു നോൺ മെറ്റാലിക് ആനയോൺ ഉണ്ട്, ശരിയല്ലേ? നോൺ മെറ്റാലിക് ആനയോൺ. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. എനിക്ക് മറ്റേ ക്ലാസിഫിക്കേഷൻ ഓഫ് സോൾട്സിനകത്ത് നോർമൽ സോൾട്ടിന്റെ ഡെഫിനിഷൻ കാണിക്കാൻ പറ്റുമോ? നോർമൽ സോൾട്ട് ഡിലീറ്റ് ചെയ്തല്ലോ. Normal salt, they are the salt formed by the complete replacement of ionizable hydrogen atom of an acid by a metallic ion or ammonium. They are the salt formed by the complete replacement of ionizable hydrogen atom of an acid by a metallic ion or an ammonium. Thank you, sir.
ഓക്കെ, എങ്കിൽ നമുക്ക് ഇന്ന് ഇങ്ങനെ നിർത്താം. നമുക്ക് ഇനി പ്രിപ്പറേഷനോട് പഠിക്കാനുണ്ട്, ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും. ഞാൻ നോക്കട്ടെ, എനിക്ക് വ്യാഴാഴ്ച സമയം കിട്ടുവാണെങ്കിൽ വ്യാഴാഴ്ച ഞാൻ എടുക്കും കേട്ടോ. വ്യാഴാഴ്ച ഞാൻ ഇട്ടിട്ടില്ലല്ലോ, ടൈം ടേബിൾ ഇട്ടിട്ടില്ലല്ലോ. ഇട്ടിട്ടുണ്ടോ? വ്യാഴാഴ്ച ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടോ? Thursday ഇല്ല സർ, ഫ്രൈഡേ ആ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കട്ടെ, വ്യാഴാഴ്ച എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ നിർത്താം. മിഷേൽ ഓക്കെ ആണോ? മിഷേൽ ആൻഡ് ദിവ്യ എന്ന് പറഞ്ഞേ.